ഇനി കോഴിക്കോട്ടേക്ക് വെങ്കിടേഷ് ലഞ്ച് ഹോം ബീച്ചിൽ നിന്ന് ദീപക് തർമ്മടമാണ്. തത്സമയം ദീപക്, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു അവസ്ഥയാണ്. കാര്യം ഭക്ഷണം മുട്ടുന്ന അവസ്ഥ. അന്നം മുട്ടിയാൽ പിന്നെ അതിനപ്പുറം എന്ത് എന്നുള്ള ചോദ്യം മലയാളി എപ്പോഴും ചോദിക്കാറുണ്ട്. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ്. എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? കോഴിക്കോട് ജില്ലയിലും ഈ പാചകവാതക ക്ഷാമം ഈ ഹോട്ടലുകളെ പൂട്ടിക്കുന്നുണ്ടോ? എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞവർക്ക് വളരെ കൃത്യമായി അവരുടെ അടുക്കളയിലേക്ക് തന്നെയാണ് ഈ യുദ്ധമുണ്ടാക്കിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നത്. ആ പ്രതിസന്ധിയുടെ രൂക്ഷത അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലുകളിലേക്ക് വന്നാൽ മതി. ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ചിലെ പൗരാണികമായൊരു ഹോട്ടൽ, ആ ഹോട്ടൽ വെങ്കടേഷ് ലഞ്ച് ഹോമാണ്. അവിടത്തേക്കാണ് ഞാൻ ഒന്ന് ക്യാമറാമാൻ ഇങ്ങോട്ടേക്ക് പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടൽ ഉടമ രാജേഷിനോട് ചോദിക്കാം. രാജേഷ് 19 വർഷമായിട്ട് ഈ കച്ചവടമായി നടക്കുന്ന ഒരാളാണ്. ഇതുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഒരു പക്ഷേ ഒരു യുദ്ധം ഹോട്ടൽ അടപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. എത്രമാത്രം രൂക്ഷമാണ് പ്രതിസന്ധി? എന്താ ചെയ്യാൻ പോകുന്നത്? ഗ്യാസ് കിട്ടാതെ വളരെ പ്രതിസന്ധി തന്നെയാണ്. കാരണം നമുക്ക് വിറകടുപ്പിനുള്ള സൗകര്യമില്ല, സ്ഥല സൗകര്യം, പ്രത്യേകിച്ച് ഈ ടൗണിൽ ഉള്ള പ്രശ്നങ്ങൾ, സ്ഥലപരിമിതി. പോരാത്തതിന് ഇപ്പോൾ വിറകടുപ്പാക്കിയാൽ തന്നെ പഴയമാതിരി ജോലിക്കാരെ കിട്ടാനില്ല. അതായത് പുകയിൽ നിന്ന് പണിയെടുക്കാൻ തൊഴിലാളികളെ കിട്ടില്ല. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇന്നലെ മീൽസ് വേണ്ട വയ്ക്കായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഒരു 2 പ്രൈവറ്റ് സിലിണ്ടർ, അതും വളരെ കൂടിയ വിലയ്ക്ക്, ഏകദേശം 2500 റുപ്യ, 1810 റുപ്യുള്ള ഗവൺമെൻറ് സിലിണ്ടറിന് പകരം 2500 റുപ്യേൻ്റെ 5000 റുപ്യ, 300 രൂപ, സോറി 700 രൂപ കൂടുതൽ. അതെ, 700 രൂപ കൂടുതൽ. പക്ഷേ അതിന് റെഗുലേറ്റർ വേറെയും വാങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ ഇന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഇനി നാളെ പ്രൊഡക്ഷൻ മീൽസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തീരുമാനിക്കുള്ളൂ. ഇന്ന് രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം. ഗവൺമെൻറ് സിലിണ്ടർ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനും ഇല്ല, ഡീലർക്കും ഇല്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസന്ധി അടച്ചുപൂട്ടലിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെയാ തുടർന്നാൽ, ഗ്യാസ് കിട്ടാതിരുന്നാൽ. തീർച്ചയായിട്ടും അടച്ചു പോകുന്ന ഒരവസ്ഥ വരും. കാരണം വേറെ ഫ്യൂവലൊന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതാണ് അവസ്ഥ. അതായത് ഈ മീൽസ് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്, ഈ വെങ്കടേഷ് ലഞ്ച് ഹോമിലെ ഉച്ചഭക്ഷണം വളരെ പ്രശസ്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടുത്തെ ഉച്ചഭക്ഷണം നിർത്തിക്കഴിഞ്ഞു എന്ന സൂചനയാണ് നൽകുന്നത്. കാരണം മനസ്സിലായി, കോഴിക്കോടും പ്രശ്നമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.